സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തൃശ്ശൂർക്കാരുടെ പെരുമയെ വിളിച്ചറിയിക്കുന്ന രീതിയിൽ കൊട്ടും ആനയും മേളവും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒത്തിരി ചുവർ ചിത്രങ്ങളാൽ അലങ്കൃതമായ തൃശ്ശൂരിൻ്റെ പെരുമ അറിയിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെവിടെയാണെന്ന് നിങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കുമെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ വിനായക എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണിത്. ഇത് വരുന്നത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി ഷൊർണൂർ പോകുന്ന റൂട്ടിലെ കോലഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരു ഫാമിലി മീലിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന്. ഫാമിലി മീലിൻ്റെ പ്രത്യേകത എന്താ? കുട്ടികളോടൊപ്പം ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് അതായത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഒത്തുചേർന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പലതും ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരു മീൽ കഴിക്കുന്നതിൻ്റെ രീതിയിലേക്കാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇത്തരം ഒരു ഫാമിലി മീൽ ടൈം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതെപ്പോഴാണോ എന്നുള്ളത് ഓരോരുത്തരും, പക്ഷെ അത് ഉണ്ടാവേണ്ടത് നിർബന്ധമായിട്ട് വേണ്ടതാണ്. കുട്ടികളുടെ വിശേഷങ്ങൾ അറിയാനും നമ്മുടെ പാരൻസിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സമയം വേണം. അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ കൂടാറുണ്ട്, പക്ഷെ ഇന്നൊന്ന് നമ്മൾ പുറത്ത് ഒരു ഫാമിലി മീലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒപ്പം ഹോട്ടലിൽ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇങ്ങനെ മാനേജ് ചെയ്യാനായിരുന്നു കുറച്ച് പാടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് കുട്ടികൾക്കുള്ള ചെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ, അവനെ ഇരുത്താനായിട്ട്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് സച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവൻ ഇത്തിരി ആയല്ലോ. അപ്പോൾ അവനും അവൻ്റെ സജഷൻസിനൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ അവനും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തും ജസ്റ്റ് അഭിപ്രായം ചോദിക്കും. എന്നാലും ഇപ്പം നമ്മൾ മെനു ഒക്കെ നോക്കി പറയാൻ മാത്രം അവനല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവന് പറയും. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും മസാല ദോശ തന്നെയാണ്. പക്ഷേ മസാല ദോശയ്ക്ക് ഇവിടെ ചട്നി അതുപോലെ തന്നെ സാമ്പാറാണ് നമുക്ക് കിട്ടിയത്. ചമ്മന്തി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തട്ട് ദോശ കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും പൊറോട്ടയും ഗോബി മഞ്ചൂരിയും പനീർ ബട്ടർ മസാലയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഭയങ്കര നന്നായിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല ആണെങ്കിലും അത്യാവശ്യം നല്ല കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ തട്ട് ദോശ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ തട്ട് ദോശ എന്ന് പറയുമ്പോൾ ചെറുതും ഒപ്പം തന്നെ അതിൽ അത്ര കണ്ട് നെയ്യിൻ്റെ അംശം ഉണ്ടാവാറില്ല. ഇതിൽ നന്നായിട്ട് നെയ്യ് ഒഴിച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള തട്ട് ദോശയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പല തരമായിട്ടാണ് വാങ്ങിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റിവ്യൂ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മസാല ദോശ ഞാൻ പൊളിച്ച് നിങ്ങൾക്കത് കാണിച്ച് തരാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചർ മസാല നല്ല അടിപൊളി ടെക്സ്ചർ ആയിരുന്നു. ഒപ്പം തന്നെ മസാലയുടെ ദോശയാണെങ്കിൽ കരിയിലൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളി കാണാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരുന്നു. ഒപ്പം തന്നെ മസാലയാണെങ്കിലും നല്ല ടെക്സ്ചറായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ചമ്മന്തിയുടെ ഒരു കുറവ് ഫീൽ ചെയ്തായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ എത്തിയത് ലേറ്റ് ആയതുകൊണ്ടാണോ ഇനി അവിടെ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഏതുട്ടനാണെന്നുണ്ടെങ്കിൽ അവന് ഞാൻ തട്ടുദോശ കൊടുത്തായിരുന്നു. പക്ഷെ അവർ അതിനെയൊക്കെ പ്രിഫർ ചെയ്തത് അവൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഇവിടുത്തെ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള വൈറ്റ് കളറിലിരിക്കുന്ന ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ കൂടെ ഈ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽസ് നിങ്ങൾ കാണുന്നുണ്ട്, ഒത്തിരി പേര് വ്യൂസ് വരുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ലൈക്സോ കമൻസോ ഒന്നും വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങളത് ചെയ്യാൻ മറക്കരുത്. സച്ചു പൊറോട്ടയും അതുപോലെ തന്നെ ഗോപിയും ടേസ്റ്റ് ചെയ്ത് നോക്കണം. അവൻ അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരുണ്ട്, എത്രയും വെറൈറ്റീസ് ഐറ്റംസ് എന്താണെന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, എല്ലാവർക്കും മസാല ദോശ വാങ്ങുക എന്നുള്ളതിന് ഇട്ടിട്ട് നമ്മളിങ്ങനെ ചിന്നുമോൾക്കാണെങ്കിൽ ഫ്രൈഡ് റൈസാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രൈഡ് റൈസ് നമ്മൾ ഒരെണ്ണം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് നമുക്കറിയണം അതിൻ്റെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൻ്റെ റിവ്യൂ നിങ്ങൾക്കും തരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പല ഐറ്റംസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മൾ ഇവിടുത്തെ എങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ഫുഡുകളായിരുന്നു. നല്ല റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇതിൻ്റെ പ്രൈസ് ലെവൽ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രീമിയം രീതിയിലുള്ള പ്രൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണയിൽ വിട്ടിട്ട് നമ്മളിപ്പോൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹോട്ടൽ മഹേശ്വരി എന്ന് പറഞ്ഞിട്ട് ഒല്ലൂരുള്ളൊരു ഹോട്ടലിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആംബിയൻസ് വൈസും ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വൈസും എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം നല്ല സ്റ്റൈലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പക്ക വെജിറ്റേറിയൻ ഒരു ഹോട്ടലിൻ്റേതായിട്ടുള്ള ഒരു തരം നെയ്യും ഒക്കെ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവർ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചായിരുന്നു. പിന്നീട് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് പറഞ്ഞായിരുന്നു. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അപ്പുറത്തെ ടേബിളൊക്കെ കാണുമ്പോൾ തോന്നും. അപ്പോൾ നമ്മൾ
ലാവിഷായിട്ടുള്ള പേരിന് 2 ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. സിദ്ധി ശ്രീ വിനായക എന്ന് പറഞ്ഞിട്ട് വെജിറ്റേറിയൻ ഹോട്ടലാണ് വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന റൂട്ടിലാണ്. തൃശ്ശൂരിൽ പുതിയ വെജിറ്റേറിയൻ ഹോട്ടൽസ് അന്വേഷിക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് ഈ ഒരു ഹോട്ടലും കൂടി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്